മല്ലപ്പള്ളി പാറക്കടവ് പാലത്തിന് ടെൻഡർ ക്ഷണിച്ചിട്ട് 7 മാസം കഴിയുന്നു. എന്നിട്ടും പാലം പണി തുടങ്ങിയിട്ടില്ല. മന്ത്രി വന്ന് തറക്കല്ലിട്ടിട്ടേ പാലം പണി നടക്കൂ എന്ന നിലയിലാണ് ഇതുവരെയായി പാലം പണി ആരംഭിക്കാത്തത്. മണിമലയാറ്റിലെ മല്ലപ്പള്ളി കീഴ്വായ്പൂര് പാറക്കടവിൽ പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ടെൻഡർ അംഗീകരിച്ച് 7 മാസം പിന്നിട്ടിട്ടും പ്രവൃത്തികൾ തുടങ്ങിയില്ല. 2019 നവംബർ മുതൽ 2024 നവംബർ വരെ 6 തവണയാണ് പാലം നിർമ്മാണത്തിന് ടെൻഡർ ക്ഷണിച്ചത്. ആദ്യത്തെ ടെൻഡറിൽ ആരും തന്നെ പങ്കെടുത്തില്ല. 2-3 ടെൻഡറുകളിൽ ഓരോരുത്തർ വീതം പങ്കെടുത്തു എങ്കിലും അവരുടെ കൊട്ടേഷൻ വളരെ ഉയർന്നതായതുകൊണ്ടും നിരക്ക് കുറയ്ക്കുന്നതിന് അവർ ചർച്ചയ്ക്ക് തയ്യാറാവാഞ്ഞതും 4ാമത്തെ ടെൻഡറിലേക്ക് പോയി. അതിൽ ഒരാൾ നൽകിയ കൊട്ടേഷൻ അംഗീകരിക്കാൻ 2021 നവംബർ 19 കൂടി ടെൻഡർ കമ്മിറ്റി തീരുമാനിച്ചു എങ്കിലും കരാറുകാരൻ കരാർ ഒപ്പുവെക്കാനോ പണികൾ നടത്തുവാനോ തയ്യാറായില്ല. ഇതേ തുടർന്ന് പാലത്തിന്റെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തിയും എസ്റ്റിമേറ്റ് പുതുക്കിയും സാങ്കേതിക അനുമതിയോടെ 5ാമത്തെ ടെൻഡർ വിളിച്ചപ്പോഴും ആരും പങ്കെടുത്തില്ല. സമീപന പാതയ്ക്കുള്ള സ്ഥലമെടുപ്പ് ഇതിനോടകം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. കോട്ടയം കോഴഞ്ചേരി സംസ്ഥാന പാതയെയും പരിയാരം ഭാഗത്തെ മൂശാരിക്കവല കോമളം റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിധത്തിലാണ് പാലം എന്നായിരുന്നു പ്രഖ്യാപനം. മല്ലപ്പള്ളി ടൗണിലെ തിരക്ക് ഒഴിവാക്കി തിരുവല്ല, ചെറുകോൽപ്പുഴ, കോഴഞ്ചേരി എന്നീ സ്ഥലങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കുമെങ്കിലും പാലം നിർമ്മാണം വൈകുന്നത് യാത്രാക്ലേശം രൂക്ഷമാകുകയാണ്. പാലത്തിന് നീളം 111 മീറ്ററും പരിയാരം ഭാഗത്തെ സമീപന പാതയ്ക്ക് 155 മീറ്റർ നീളവും കീഴ്വായ്പൂര് ഭാഗത്തെ സമീപന പാതയ്ക്ക് 11.3 മീറ്റർ നീളവും ഉൾപ്പെടെയാണ് വിഭാവനം ചെയ്തിരുന്നത്. മല്ലപ്പള്ളി ഭാഗത്ത് സർവീസ് റോഡും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7.5 മീറ്റർ വീതിയിൽ ഉള്ള റോഡും ഇരുവശത്തും 1.5 മീറ്റർ വീതിയിലുള്ള നടപ്പാതയും ഉൾപ്പെടെ 11 മീറ്ററാണ് പാലത്തിന്റെ വീതി. 28 മീറ്റർ നീളമുള്ള 4 സ്പാനുകളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്ഥലമെടുപ്പിന് ചെലവായത് കൂടാതെ 11.2 കോടി രൂപയ്ക്ക് നിർമ്മാണം നടത്തുന്നതിനുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്തിരുന്നത്.